എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കുടുംബത്തിനും മക്കൾക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി അന്യനാട്ടിൽ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് വെഞ്ഞാറമൂട് നടന്ന ഈ കൂട്ടക്കൊലപാതകം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ലഹരിക്കും മാനസിക വൈകൃതങ്ങൾക്കും അടിമപ്പെടുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ള മുന്നറിയിപ്പ്. എൻ്റെ അച്ഛന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ട് ബന്ധുക്കൾ സഹായിക്കാത്തത് കൊണ്ടാണ് ഈ കൊല നടത്തിയതെന്ന് പ്രതിയായ അഫ്വാൻ പറയുമ്പോഴും സൗദിയിൽ 25 വർഷമായി പ്രവാസി ജീവിതം നയിച്ച അച്ഛൻ അബ്ദുൾ റഹീം പറഞ്ഞത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക ബാധ്യത നാട്ടിലെ വീടും പുരയിടവും വിറ്റ് തീർക്കാമെന്ന് അഫ്വാനുമായി കൂടി സമ്മതിച്ചതാണെന്നും അതിനായി അഫ്വാൻ തന്നെ ഏജന്റിനെ കണ്ടെത്തിയിരുന്നു എന്നുമാണ്. കൂടാതെ ഒരാഴ്ച മുമ്പ് കൊല ചെയ്യപ്പെട്ട സഹായിക്കാത്ത ബന്ധുക്കൾ എന്ന് പറയപ്പെടുന്ന ബന്ധുക്കളുടെ വീട്ടിൽ പോകുകയും 2 ദിവസം മുമ്പ് ഫോൺ വിളിച്ചപ്പോൾ സന്തോഷത്തോടെ കുടുംബവുമായി ഇടപഴകിയ ഇഫാൻ എന്തിനാണിത് ചെയ്തതെന്ന് റഹീമിന് ഇപ്പോഴും വ്യക്തമല്ല. പ്രത്യേക ഇടപാട് കാരണം ട്രാവൽ ബാൻ ഉണ്ടായിരുന്നിട്ടും 6 മാസം മുമ്പ് ഇഫാൻ സൗദിയിൽ വിസിറ്റിന് പോയിരുന്നു, സന്തോഷമായിട്ടാണ് മടങ്ങിയത് എന്നുമാണ് റഹീം പറയുന്നത്. ബന്ധുക്കളുടെ അഭിപ്രായത്തിൽ സുമുഖനും സൈലന്റുമായിരുന്നു ഇഫാൻ. ഒരു പ്രൊഫഷണൽ കില്ലറിനെ പോലെ ഈ ഇഫാൻ ആദ്യം വാപ്പുമ്മയെ വകവരുത്തി, പിന്നീട് കാമുകിയെ, 2 ബന്ധുക്കളെ, അനുജനെ, ക്യാൻസർ രോഗിയായ ഉമ്മയെയും ഗുരുതര പരിക്കേൽപ്പിച്ചു. ഹാമർ കൊണ്ട് തലയ്ക്കടിച്ചായിരുന്നു കൊലകളൊക്കെയും അഫാൻ നടത്തിയത്. തലയ്ക്ക് അടിയേറ്റവർ ആരും രക്ഷപ്പെടരുത് എന്ന ലക്ഷ്യത്തിൽ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടുകയും ചെയ്തു. അവനൊരു പെൺസുഹൃത്തുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് അവളുമായി വീട്ടിൽ വന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംസാരമാണോ ഈ കൊലയ്ക്ക് പ്രേരണ ആയത് എന്നും അറിവായിട്ടില്ല. ലഹരിയും പ്രണയവും ഒരേപോലെ മനുഷ്യനെ ഉന്മാദികളാക്കുന്ന സംഗതികളാണ്. രണ്ടും തലയ്ക്ക് പിടിച്ചാൽ മനുഷ്യൻ ഒരു വേള മൃഗത്തേക്കാൾ അധപ്പതിച്ചായിരിക്കും പെരുമാറുക. അതിൻ്റെ നേർചിത്രമാണ് അഫാൻ എന്ന 23-കാരൻ കാട്ടിയ അറും കൊല എന്ന പരാക്രമം. ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഇനിയും ഉണർന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ നാട് തന്നെ ഉണ്ടാവില്ല. മിച്ചമുണ്ടാവുക കൂട്ടക്കൊലയ്ക്ക് ഇരയായ കുടുംബത്തെ ഒരു നോക്ക് അവസാനമായി കാണാൻ കഴിയുമോ എന്നറിയാത്ത റഹീംമാരായിരിക്കും. അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന മലയാളി അസോസിയേഷനുകളും. എന്നാലും ഇതെല്ലാം ആർക്ക് വേണ്ടിയെന്ന ചോദ്യം പിന്നെയും ബാക്കി.